ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോഴേ ഒരുപാട് പേരായി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എൻഗേജ്മെൻറ്റ് വീഡിയോ എവിടെയെന്ന്. ഞാനും ഇതിങ്ങനെ ഇടാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനല്ല ഈ വീഡിയോസ് എടുത്തത്. ഈ വീഡിയോ എടുത്തത് ഞാനാണ്. പക്ഷേ എൻഗേജ്മെൻറ്റിൻ്റെ ഹോൾ വീഡിയോ എടുത്തത് എൻ്റെ ഫ്രണ്ട് ഷെഫീഖാണ് കേട്ടോ. മൂൺലൈൻ ഫോട്ടോഗ്രാഫി ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവനാണ് എനിക്ക് ഈ ഫംഗ്ഷൻ്റെ വീഡിയോസ് എടുത്തു തന്നത്. കാരണം എന്തായാലും അന്ന് ഞാൻ തിരക്കിലായിരിക്കും. ആ തിരക്കിൻ്റെ ഉള്ളിൽ എനിക്ക് വ്ളോഗ് കവർ ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവനെ ആദ്യം തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ്റെ കയ്യിൽ നിന്ന് വീഡിയോസൊക്കെ കിട്ടിയത് ലിങ്കിലാണ് കിട്ടിയത്. പിന്നെ ഫോണിലേക്ക് ആക്കി ഓരോന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ ഒരുപാട് ടൈം എടുത്തു. പിന്നെ അതുപോലെ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നുകൊണ്ട് ഓരോ ദിവസം ഓരോ യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. എന്തായാലും അതിന് റിയലി സോറി കേട്ടോ. ഷെഫി അപ്പോൾ രാവിലെ തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പാട്ട് പഠിക്കുക ഡാൻസേഴ്സാണ് പോകുന്നത്. ഇക്കൊക്കെ ഓൾറെഡി 45 ഡേയ്സിന്റെ ലീവ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുഞ്ചൂസിന്റെ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടാണ് ഷെഫിയും ഷാജിയും ഒക്കെ വന്നത്. ഷാജിക്ക് ഒരു 10 ഡേയ്സ്, ഷെഫിക്ക് 3 ഡേയ്സ് ഒക്കെ ലീവ് ഉള്ളൂ കേട്ടോ. ഷാജി വന്ന വീഡിയോ ഒക്കെ ഞാൻ മുന്നിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ എൻ സ്ക്രീനിൽ ഒന്നും കൂടി കൊടുക്കാം കേട്ടോ. ഷെഫി ഇപ്പൊ ഈ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വെനസ്ഡേ ഒക്കെ ആകുമ്പോൾ തിരിച്ചു പോകും. ഇപ്പോഴേ ഫസ്റ്റ് ആയിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇതിപ്പോൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. എന്തായാലും എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്. ഹസ്ബൻഡ് സിസ്റ്ററുടെ ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോരുത്തരും പരിചയപ്പെടുത്തി തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി. അപ്പോൾ എന്തായാലും മോർണിംഗ് ഒരു 6 o'clock ആയപ്പോൾ തന്നെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ചൂസിന്റെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളുടെ തൊട്ട് ബാക്കിലുള്ള മുന്നേ കാണിച്ചിട്ടുണ്ട് ജംഷിയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. കാരണം ഷൂട്ട് ഉള്ളതുകൊണ്ട് അവിടെ വെച്ചിട്ട് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ഷോൾ ആയതിന് രാവിലെ ഇസ്തിരി ഇട്ട് കൊണ്ടുവച്ചതാണ്. പക്ഷെ എഗെയിൻ അതിങ്ങനെ ചുളിഞ്ഞ പോലെ ആയിട്ടോ. ഭയങ്കര ഒരു സോഫ്റ്റ് ഓർഗൻസിയാണ് ആ ഒരു ഷോളിന്റെ മെറ്റീരിയൽ വന്നിട്ട്. ഡ്രസ്സ് എടുത്ത വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാം. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഇങ്ങനെ ചുളിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി അവിടെ വെച്ചിട്ട് വീണ്ടും അയൺ ചെയ്തതാണ് കേട്ടോ ഈ ഒരു സാരി. അതുപോലെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് എൻ്റെ ഡ്രസ്സ് എന്നൊക്കെ. നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആരതിപ്പൊടിയുടെ ഈ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ. സെയിം അതുപോലെ എനിക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഒരു 10 o'clock ഒക്കെ ആയപ്പോഴത്തേന് കുഞ്ചൂസിന്റെ ഒരുങ്ങലൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങളുടെ ഒരുക്കം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇമ്മച്ചിന്റെ പർദ്ദ ഈ സ്ലീവ് എപ്പോഴും ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ അതിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുകയായിരുന്നു ഞാൻ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ ധൃതിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ അടുത്തത് ഫോട്ടോ സെഷനാണ്. അപ്പത്തിനും എല്ലാവരും ഒരു 10:30 ആയപ്പോഴത്തേനും എല്ലാവരും റെഡിയായി കഴിഞ്ഞിരുന്നു കേട്ടോ. ഭയങ്കര ബിഗ് മൊമെന്റ് ആണ് നമുക്ക്. അപ്പോൾ അതിൻ്റെ അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് നടക്കട്ടെ. അപ്പോൾ നമ്മളെ ഫാമിലിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഇക്കാൻ്റെ ഉപ്പയും ഉമ്മയാണ് കേട്ടോ. ഇക്കാണ് ഏറ്റവും മൂത്ത മോനെ, ഫിറോസ് ഖാൻ എന്നാണ് ഇക്കാൻ്റെ പേര്. ഞങ്ങൾക്ക് 2 കുട്ടികളാണ്, അസ്വൽ ഖാൻ, ഐസിന്നാസ്, അസുട്ടൻ, ഇസുട്ടൻ. പിന്നെ ഇത് ഇക്കാൻ്റെ നേരെ താഴെയുള്ള അനിയനാണ്, ഷാജഹാനാണ്. ഷാജി എന്നാണ് കേട്ടോ വിളിക്കുക. അവൻ സൗദിയിലാണ്. പിന്നെ വൈഫ് നിത, അവൾ പരപ്പനങ്ങാടിയാണ്. അവരുടെ ആണ് കേട്ടോ ഈ ട്വിൻ ഗേൾസ്, മുല്ല റോസ്, സോയ സെഹ്റ, സെബ സെഹ്റ എന്നിട്ട പേര്. ഇത് 3ാമത്തെ അനിയൻ ഷെഫീഖാണ്. ഇത് നിഷ കോഴിക്കോട്ടുകാരിയാണ്. അവരുടെ മോനാണ് ഈ നടുവിലിരിക്കുന്ന ഷിസുട്ടൻ. പിന്നെ ചെറിയത് കയ്യിലിരിക്കുന്ന ലില്ലിക്കുട്ടിയാണ് കേട്ടോ. പിന്നെ ഇത് ഏറ്റവും ചെറിയ അനിയനാണ്, ഷാനവാസാണ്. ഒരു നല്ലൊരു അറിയുണ്ടാവും, ഫുട്ബോൾ പ്ലെയർ ആണ് കേട്ടോ. വൈഫ് മിനി, ഇത് അവരുടെ ഒരു മോൻ അർമാൻ മലിക്, മിസുട്ടൻ എന്നാണ് കേട്ടോ വിളിക്കുക. പിന്നെ ഇത് കുഞ്ചൂസിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അവർ കോഴിക്കോട് KMCT കോളേജിൽ നിന്നാണ് BDS എടുത്തത്. അപ്പം അവിടെയുള്ള കൂട്ടുകാരാണ് കേട്ടോ ഇതൊക്കെ. അവരൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ വീട്ടിൽ പെരുന്നാളിനും ഓരോ ഫംഗ്ഷനൊക്കെ വന്നിട്ടും കണ്ടിട്ടൊക്കെ നല്ല പരിചയമാണ്. ഇത് കുഞ്ചൂസിനെ പോലെ തന്നെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ.
ഉണ്ട്, നിങ്ങൾ പ്രൈവറ്റ് ആ സെറ്റ്. അങ്ങനെ ആ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 11:30-12 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പട്ടാമ്പിന്ന് ഉമ്മയും വാപ്പയും ഉണ്ണിമോനും ഇന്നുമോളും അനുമോളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിൽ നിന്നൊക്കെ ഇങ്ങനെ എല്ലാവരും വിളിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അപ്പോൾ അത് കല്യാണമായി മാറും. കാരണം നമുക്ക് അത്രയും കുടുംബക്കാരുണ്ട്. ഉപ്പാൻ്റെ ഫാമിലി ഉമ്മാൻ്റെ ഫാമിലിയൊക്കെ വലിയ ഫാമിലിയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നെക്സ്റ്റ് ഇയർ കല്യാണം ഉണ്ടാകുമ്പം എല്ലാവരെയും വിളിച്ചിട്ട് ഗ്രാൻഡാക്കി നടത്തുന്നത്. ഞങ്ങളെ വീട്ടിലത്തെ അവസാനത്തെ കല്യാണമല്ലേ. ഞങ്ങൾ വന്നിട്ട് പട്ടാമ്പിയിലൊന്നും പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് വാപ്പാനും ഉമ്മാനും ഒന്നും ഇക്ക കണ്ടിട്ടില്ല. അന്ന് അവിടുന്ന് ഓടിച്ചെടുത്താണ് കാണുന്നത്. കാരണം ഈ ഒരു തിരക്കിലായതുകൊണ്ട് വീട്ടിൽ നിന്ന് പോകാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. ഞങ്ങൾ വന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും പയ്യനും കൂട്ടരൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവരെ പരിചയപ്പെടുത്തി തന്നിട്ടില്ലല്ലോ ഇതുവരെ. അപ്പോൾ അവനെയും അവരെ വീട്ടുകാരൊക്കെ പരിചയപ്പെടുത്തി തരാം. അപ്പം എല്ലാവരും വരുന്ന സമയത്ത് ഞങ്ങൾ ഫ്രണ്ടിൽ ഫോട്ടോ സെഷനിലായിരുന്നു. അപ്പം ബ്രൈഡിനെ ഒളിപ്പിക്കാൻ വേണ്ടി ഓടുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മളുടെ കുഞ്ചൂസിൻ്റെ പുതുമണവാളൻ കേട്ടോ. സൻഫീർ എന്നാണ് അവൻ്റെ പേര്. സനു എന്നാണ് കേട്ടോ അവനെ വിളിക്കുക. ചാവക്കാടാണ് അവരുടെ വീട്. അവന് കാനഡയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഇതാണ് നമ്മുടെ സനുവിൻ്റെ ഫാമിലി കേട്ടോ. സനുവിന് ഉപ്പയും ഉമ്മയും ഇതുപോലെ 2 അനിയത്തിമാരാണ് ഉള്ളത് കേട്ടോ. എൻഗേജ്മെൻറ്റിൻ്റെ ഒരു മെയിൻ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എല്ലാവരും വന്നു, ഇനി ഫുഡ് കഴിക്കണം, പിന്നെ ഒരു കേക്ക് കട്ടിങ്, പിന്നെ ഇങ്ങനെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇടുന്നൊരു സെറമണി ഉണ്ടല്ലോ, അതുകൂടി ചെയ്യണം. അതാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടികൾ കേട്ടോ. നമ്മൾ പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ട്, അതായത് എൻഗേജ്മെന്റിന്റെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നു, പിന്നെ പാർലറിൽ പോകുന്നു, അങ്ങനത്തെ പ്രിപ്പറേഷൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടേ കുറെ പേര് ചോദിച്ചു എന്തിനാ എൻഗേജ്മെന്റിന് ഇത്രയും ഇതെന്നൊക്കെ കേട്ടോ. നമ്മളെ വീട്ടിലെ അവസാനത്തെ കല്യാണമല്ലേ. പിന്നെ ഇപ്പം ഈ കല്യാണം, എൻഗേജ്മെന്റ്, നിക്ക് ഇതിൻ്റെ ഒക്കെ ഒരു ട്രെൻഡിങ് തന്നെ മാറിയല്ലോ, വേറൊരു ലെവലാണല്ലോ ഇപ്പം എല്ലാം. അപ്പം അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നമുക്കും ഒരാഗ്രഹം ഉണ്ടാവില്ലേ. അപ്പം എന്തായാലും ഞങ്ങളുടെ കല്യാണമൊക്കെ വളരെ സാധാരണ രീതിയിൽ ആ സമയത്ത് അങ്ങനെയായിരുന്നു, അതുപോലെ കഴിഞ്ഞു പോയി. ഇപ്പോഴത്തെ സമയത്ത് ഇങ്ങനെ എല്ലാം ഭയങ്കര കളർഫുൾ ആക്കുന്ന ഒരു, അപ്പം നമ്മൾ നമ്മളുടെ വീട്ടിലത്തെ ലാസ്റ്റത്തെ അല്ലേ, അപ്പം നമ്മൾ എൻഗേജ്മെൻറ്റ് ഇച്ചിരി കളർഫുൾ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫുഡിൻ്റെ ടൈമായി. ഫുഡിന് നമുക്ക് ചിക്കൻ ബിരിയാണി, ബീഫ് മന്തി, ബ്രോസ്റ്റ്, ബീഫ് വരട്ടിയത്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പേസ്ട്രീസും ഗുലാബ് ജാമുൻ, ഐസ്ക്രീമും, കേക്കും, അങ്ങനെ കുറച്ച് മെനൂസ് ഉണ്ടായിരുന്നു കേട്ടോ. എടുത്തു പറയാൻ കാരണം ഫുഡ് അടിപൊളിയായിരുന്നു എന്ന് ഒരുപാട് പേര് പറഞ്ഞു. ഞാനിവിടെ എഴുതി കാണിക്കാം ഈ ഒരു ഇവൻറ്റ് ആരുടെ ആയിരുന്നു എന്നുള്ളത് കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിരുന്നു എന്ന് എല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഇതാ നമ്മുടെ ചടങ്ങുകളൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ ഫോട്ടോ സെഷൻ ആണല്ലോ മെയിൻ. അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സ് ഇവരുടെ ഡ്രസ്സ് ബോയ്സിൻ്റെ ഡ്രസ്സൊക്കെ ബോയ്സ് അല്ല കേട്ടോ, ജെൻസ് ആണ്. അവരുടെ ഡ്രസ്സൊക്കെ പെരിന്തൽമണ്ണ മോക്കയെന്നാണ് അവർ മെറ്റീരിയൽ എടുത്ത് ഡിസൈൻ ചെയ്യിപ്പിച്ചത് കേട്ടോ. എൻ്റെ ഡ്രസ്സ് പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കലിസ്റ്റ ഡിസൈൻ ചെയ്തതാണ്. പിന്നെ മിനി ഡ്രസ്സ് എനിക്ക് തോന്നുന്നു KMT എടുത്തതാണ്. നിതയുടെയും KMT എന്നാണെന്ന് തോന്നുന്നു. അതുപോലെ കുഞ്ചൂസിൻ്റെ ആണെങ്കിൽ ലേഡീസ് ബ്രാൻഡിൽ നിന്ന് ഡിസൈൻ ചെയ്യിപ്പിച്ചാണ്. നിഷ ഡ്രസ്സ് പിന്നെ കോഴിക്കോട് നിന്ന് എടുത്താണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത്. ഇപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരുടെയും ഡ്രസ്സുകളൊക്കെ. എൻ്റെ ഡ്രസ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഡ്രസ്സുകളുടെ വിശേഷങ്ങൾ. അപ്പൊ ഇനി കല്യാണത്തിന് കാണാം. ബാക്കി സീൻ കല്യാണത്തിന്.